ഷാർജയിൽ 1.5 വയസ്സുകാരിയെ കൊന്ന് അമ്മ ആത്മഹത്യ ചെയ്തു. ഈ സംഭവം കേരളത്തിൽ വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ്. കൊല്ലം കേരളപുരം സ്വദേശിയായ നിതീഷിന്റെ ഭാര്യയാണ് ആത്മഹത്യ ചെയ്ത വിഭജിക. ഇവർ 2020 ഇവരെ വിവാഹം നടന്നു. വിവാഹം നടക്കുമ്പോൾ ദുബായിലെ HR വിഭാഗത്തിൽ വിഭജിക ജോലി ചെയ്തു വരികയായിരുന്നു. അവിടെ ദുബായിൽ തന്നെ ജോലിയുള്ള സ്വകാര്യ കമ്പനിയിലെ ഒരു എഞ്ചിനീയറായി ജോലി ചെയ്യുന്നയാളാണ് നിതീഷ്. രണ്ടുപേരെയും വിവാഹം കഴിഞ്ഞു. വിഭജികയുടെ പിതാവ് നേരത്തെ മരിച്ചുപോയി. അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയാണ് ഈ വിവാഹം നടത്തിയത്. അവർക്ക് വലിയ സാമ്പത്തികം ഇല്ല എങ്കിൽ തന്നെയും നല്ല രീതിയിൽ ആ പെൺകുട്ടി അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ സ്വർണവും പണവും ഒക്കെ കൊടുത്ത് കെട്ടിച്ചു, കാറ് കൊടുത്തു. പക്ഷെ വിവാഹത്തിന് ശേഷം കൂടുതൽ പണം വേണമെന്ന് പറഞ്ഞ് ഭർത്താവ് ചില വഴക്കുകൾ തുടങ്ങി. സ്ത്രീധനത്തിന് വേണ്ടി തന്നെ കൂടുതൽ ഡിമാൻഡ് വന്നു. അത് വിഭജികയുടെ അമ്മയ്ക്കോ വിഭജിക്ക് കൊടുക്കാൻ പറ്റാതെ വന്നു. അങ്ങനെ പതുക്കെ ഒരു റിഫ്റ്റ് ഉണ്ടായി. അതിനുശേഷം ഇവർ തമ്മിൽ ചർച്ചയില്ലാതെ വന്നു. നാട്ടിൽ വന്നാൽ വിഭജികയും നിതീഷും വന്നു കഴിഞ്ഞാൽ അവളുടെ വീട്ടിലോട്ട് അയക്കില്ല. അമ്മയെ കാണാൻ അനുവദിക്കത്തില്ല, പൈസ കൊടുക്കാത്തതുകൊണ്ട്. അതുകൂടാതെ അയാൾ തനിച്ചു വരുമ്പം ഭാര്യയെ കൊണ്ടുവരില്ല. അതേസമയത്ത് വിഭജിക ഭർത്താവിനെ പറ്റി ചില കാര്യങ്ങൾ കണ്ടെത്തി. അയാൾക്ക് 2-3 സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. അതേപ്പറ്റി സംസാരിക്കുമ്പോൾ ഇവരെ ഭീകരമായിട്ട് മർദ്ദിക്കും. ജെന്നി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുമായിട്ട് ഇയാൾക്ക് അടുപ്പമുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. അങ്ങനെ 2-3 സ്ത്രീകളുമായിട്ട് അടുപ്പമുണ്ട്. ആ സമയത്താണ് ഇവർക്കൊരു കുട്ടിയുണ്ടായി. അതിനിപ്പോൾ 1.5 വയസ്സുണ്ട്. കുട്ടിയുള്ളതുകൊണ്ട് ഇവർക്ക് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ വീട്ടിലൊരു ജോലിക്കാരിയെ സംഘടിപ്പിച്ചു. അവർ അവിടെ ജോലി ചെയ്യുകയാണ്, കൊച്ചിനെ നോക്കും. ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്ന ശേഷം രണ്ടുപേരും 2 ഫ്ലാറ്റിലേക്ക് താമസം മാറി. അങ്ങനെ കുറെ നാളായിട്ട് പരസ്പരം വഴക്കും ബഹളവുമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇയാൾ വിവാഹമോചനം വേണമെന്ന് പറഞ്ഞ് ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അത് കൊടുക്കാനായിട്ട് വിഭജിക സമ്മതമല്ല. വിഭജികയ്ക്ക് ഭർത്താവ് വേണം, നിതീഷ് വേണം, ഇപ്പോൾ ഒരു കുട്ടിയായി. അതുകൊണ്ട് അയാളെ വിട്ടുപോകാൻ തയ്യാറല്ല. നീ ഒന്നെങ്കിൽ പൈസ തരണം, അല്ലെങ്കിൽ നീ വിട്ടുപോകണം എന്ന അർത്ഥത്തിൽ തന്നെയാണ് നിതീഷിന്റെ പിതാവും നിതീഷിന്റെ സഹോദരിയും ഒക്കെ അങ്ങനെ ഒരു ശല്യമായിട്ട് വന്നു. വിഭജികയ്ക്ക് വീട്ടുകാരും അമ്മായിപ്പനും നാത്തൂനും ഒക്കെ ആ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞ് വിവാഹമോചനം വേണം, നീ ആയിട്ടുള്ള ബന്ധം വേണ്ട, അല്ലെങ്കിൽ നീ പണം തരണം എന്നുള്ള കണ്ടീഷനിലെത്തി. ഏതായാലും ഈ സംഭവങ്ങൾ ഇങ്ങനെ വാശി കയറി വന്നപ്പം വിഭജിക പറഞ്ഞു, എൻ്റെ ലോക്കർ തന്നേരെ, ലോക്കറിൻ്റെ കീ വേണം. വിഭജികയ്ക്ക് ലോക്കറുണ്ട്. അതിൻ്റെ കീ ഭർത്താവിൻ്റെ കൈ കൊടുത്തെങ്കിലും അത് കൈവശമാക്കിയിരിക്കുന്ന ഭർത്താവിൻ്റെ അപ്പനാണ്. അയാളുടെ കയ്യിലാണ് കീ. ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്ന് 2ആയിട്ട് താമസം തുടങ്ങിയപ്പം ആ കീ തിരിച്ചു ചോദിച്ചു. ഭർത്താവ് കീ കൊടുത്തെങ്കിലും ഇവരെ മോശമായി അവരെ ശകാരിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തു. അത് ചോദിച്ചതോടെ നാത്തൂനും ഇവർക്കെതിരായിട്ട് വളരെയധികം മോശമായ പ്രചാരണങ്ങൾ നടത്തി. ഏതായാലും വിഭജിക മാനസികമായി തകർന്നു. അതിനുശേഷം ഇയാൾക്ക് മറ്റു സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ചോദ്യമായി. നാട്ടിൽ വന്നാൽ കൊണ്ടുപോകത്തില്ല. ഇവർ തനിച്ചായി. ഒരു നോട്ടീസ് എത്തി. ഇവർ പറഞ്ഞ വിവാഹത്തിന് ഡൈവോഴ്സിന് നോട്ടീസ് വന്നാൽ ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും, അതിന് മാറ്റമില്ല. അവർ 1-2 പേരെടുത്ത് അത് പറഞ്ഞു. പക്ഷെ ഇയാൾ ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആത്മഹത്യ ചെയ്യും, തന്നെ വിട്ട് ഞാൻ പോവില്ല എന്നുള്ളത്. ഏതായാലും നിതീഷ് നോട്ടീസ് അയച്ചു കിട്ടിയപ്പോൾ തന്നെ വിഭജിക ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു. ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. 1.5 വയസ്സുള്ള കൊച്ചിനെ അവരൊരു കയറുകൊണ്ട് കഴുത്ത് മുറുക്കി കെട്ടിത്തൂക്കി അതിനെ കൊന്നു. ആ കയറിൻ്റെ മറ്റേ അറ്റത്ത് വിഭജിക തൂങ്ങി. അവർ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. രാവിലെ
ജോലിക്കാർ വന്നപ്പം വീട് പൂട്ടിയിരിക്കുന്നു, അകത്തു നിന്ന് കുറ്റിയിട്ടിരിക്കുന്നു. അവർക്ക് സംശയം തോന്നി. അവർ നിതീഷ് ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, വീട് വാതിലകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു, തുറക്കുന്നില്ല. അയാൾ ഓടി വന്നു കഴിഞ്ഞ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി നോക്കിയപ്പം കുഞ്ഞിനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ മറ്റേ അറ്റത്ത് വിഭഞ്ജയൻ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. വിഭഞ്ജയ്ക്ക് 33 വയസ്സുണ്ട്, കൊച്ചിന് 1.5 വയസ്സുണ്ട്. കൊച്ചിൻ്റെ പേര് വൈഭവി എന്നാണ്. കൊട്ടാരക്കര ചന്ദനത്തോപ്പ് സ്വദേശിയാണ് വിഭജിക. അമ്മ സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇപ്പം അവിടുത്തെ പോലീസ് ഈ സംഭവം അറിഞ്ഞ ഉടനെ സ്ഥലത്ത് വന്നു. അതിനുശേഷം അവർ ഇതിൻ്റെ നടപടികൾ ആരംഭിച്ചു. അൽ ബുഹൈറ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അവിടുത്തെ ഇൻസ്പെക്ടറെല്ലാം വന്നത്. അവർ FIR ഇട്ടു. അത് ഇൻക്വസ്റ്റ് തയ്യാറാക്കി അമ്മയുടെയും കൊച്ചിൻ്റെയും. അതിനുശേഷം അവിടുത്തെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. ഇപ്പം അമ്മ ശൈലജ പറയുന്നത് അവിടെ അടക്കാൻ സാധിക്കത്തില്ല, എൻ്റെ മകളെ നാട്ടിൽ കൊണ്ടുവരണം, കൊച്ചിനെ നാട്ടിൽ കൊണ്ടുവരണം. അപ്പം മകളെ നാട്ടിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അവിടെ നടന്നു. പക്ഷെ കുഞ്ഞു കൊച്ചിനെ അവിടെ തന്നെ അടക്കാനുള്ള ശ്രമമാണ് ഭർത്താവ് നിതീഷ് ചെയ്യുന്നത്. ഇപ്പോൾ അമ്മ പറയുന്നത് അത് നടക്കില്ല, എൻ്റെ മകളെയും കൊച്ചിനെയും അവരുടെ ബോഡി നാട്ടിൽ കൊണ്ടുവരണം, കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു കേസെടുത്ത് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യണം. അവിടുത്തെ പശുവാസത്തിൽ വിശ്വാസമില്ല. ഇവര് ശക്തമായി പറയുന്നത് ഭാര്യയും കൊച്ചിനെയും ഇയാളാണ് കെട്ടിത്തൂക്കിയത് എന്നാണ് പറയുന്നത്. എൻ്റെ മകളുടെ കൊച്ചിനെയും കൊന്നത് നിതീഷ് തന്നെയാണെന്നാണ് അമ്മയുടെ ആരോപണം. രണ്ടുപേരും ഇന്ത്യക്കാരാണ്. ഇന്ത്യയിൽ തന്നെ ആ ബോഡി വന്നാൽ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാം, ഇവിടെ ഒരു കേസ് എടുക്കാം, അമ്മയുടെ പരാതിയിൽ ഒരു കേസ് എടുക്കാം, മകൾ മരിച്ചിരിക്കുന്നു, അവിടുത്തെ പോസ്റ്റ്മോർട്ടം റിസൾട്ടും ഇവിടെ ഒരു റീപോസ്റ്റ്മോർട്ടം അവിടെ നടത്താം, അതിന് സാങ്ക്ടിറ്റി കൂടുതലാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയാൻ സാധിച്ചേക്കും. അത് ഇനി ഹൈലി ഡീകമ്പോസ്ഡ് ആകുന്നതിന് മുമ്പ് തന്നെ ആ പോസ്റ്റ്മോർട്ടം ഇവിടെ ചെയ്യുന്നതാണ് ഉത്തമം. അവിടുന്ന് ബോഡി കൊണ്ടുവരാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അവരുടെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതിപ്പെടാം. അവിടെ ബോഡി വന്ന ഉടനെ അന്നേരം തന്നെ അന്നത്തെ ദിവസം പിറ്റേശ്വരി ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്താം. റീപോസ്റ്റ്മോർട്ടത്തിൽ സത്യം എന്താണെന്ന് വെളിയിലാവും. അതുകൊണ്ട് അമ്മയുടെ ആ വിളി നമ്മൾ കേൾക്കണം. അവരുടെ മകളാണ്, വിദേശത്താണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഭർത്താവിൻ്റെ പേരിൽ ആരോപണമുണ്ട്, അവൻ കൊന്ന് രണ്ടുപേരെയും കെട്ടിത്തൂക്കിയതാണ്. അതിനുള്ള സാഹചര്യം മാനസിക അവസ്ഥ അവിടെ ഉണ്ട്. കാരണം പണം വേണമെന്ന് പറഞ്ഞ് മകളെ പീഡിപ്പിക്കാൻ തുടങ്ങി. അത് ആ പീഡനത്തിന് അമ്മായിപ്പനും നാത്തൂനും സഹകരിച്ചു എന്നാണ് അമ്മ പറയുന്നത്. നാട്ടിൽ വന്ന അമ്മയെ കാണിക്കത്തില്ല. അതുപോലെ ഇയാൾക്ക് അവിശുദ്ധമായ 1-2 ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ഭാര്യയായിട്ട് വഴക്കായിരുന്നു. അതുകൊണ്ട് ഭാര്യയെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു അമ്മയുടെ നിലവിളി നമ്മൾ കേട്ടിട്ടുണ്ട്, അത് കണ്ടു നമ്മൾ. അതുകൊണ്ട് അവരെ ഡെഡ് ബോഡി അമ്മയുടെയും കുഞ്ഞു കൊച്ചിൻ്റെയും അവിടുന്ന് കൊണ്ടുവരണം. കൊണ്ടുവന്ന് ഇവിടെ റീപോസ്റ്റ് നടത്തണം. അത് അവരുടെ നാട്ടിലെ അവരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു മൊഴി കൊടുത്ത് പോലീസിലെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ പോകണം. അത് ചന്ദനത്തോപ്പ്, കൊട്ടാരക്കര ചന്ദനത്തോപ്പിൻ്റെ അതിർത്തി വരുന്ന പോലീസ് സ്റ്റേഷനിൽ അത് FIR എടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി നീതി നടപ്പാക്കാനായിട്ട് പോലീസ് ശ്രമിക്കണം.